ഇസ്രായേൽ തന്നെയാണ് ഇന്നത്തെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗ്ലോബൽ മീഡിയയിലും നാഷണൽ മീഡിയയിലും അതേപോലെ തന്നെ റീജിയണൽ മീഡിയയിലും ഏറ്റവും വലിയ വാർത്തകളുടെ നടുക്ക് നിൽക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇസ്രായേൽ, ഞാൻ കണ്ട ഇസ്രായേൽ, എങ്ങനെയാണ് ഈ രാജ്യം, അപ്പം അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. 2013 ഞാൻ ആദ്യമായിട്ട് ഇസ്രായേലിൽ പോകുന്നത്. അതെൻ്റെ ഒരു സുഹൃത്താണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. അതായത് ഇതിനെപ്പറ്റി ഒന്ന് കാണിക്കും. എനിക്ക് താല്പര്യമുള്ള രാജ്യമായിരുന്നു വിസിറ്റ് ചെയ്യാൻ. അമേരിക്കയെക്കാളിലും പോകാൻ ഉണ്ടായിരുന്ന, യൂറോപ്പിനേക്കാൾ അമേരിക്കയെക്കാളിലും പോകാൻ താല്പര്യമുണ്ടായിരുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു ഇസ്രായേൽ. ഇപ്പം 2013 ശേഷം 2014 ഞാൻ പോകും. അത് പ്രൊഫഷണൽ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഈ തെഹൽക്കയാണെങ്കിലും നാരദയാണെങ്കിലും ഞാൻ ഈ സ്പൈ ക്യാമറ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ആളാണല്ലോ. അപ്പം കുറച്ച് നല്ല സ്പൈ ക്യാംസ് വേണം. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം, ഈ തെഹൽക്കയ്ക്ക് ശേഷം ഇന്ത്യയിൽ പലയിടത്തും അത് ചൈനീസ് പ്രോഡക്റ്റ് സ്പൈ ക്യാംസ് എല്ലായിടത്തും അവൈലബിളായി മാറി. അതായത് പേനയ്ക്കകത്ത്, ഡയറിക്കകത്ത്, സ്വിച്ചിനകത്ത്. അപ്പം ഈ നാരദയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരാൾക്കും വേണ്ടിയാണ് ഈ സ്പൈ ക്യാം, അതായത് എൻ്റെ ഉടമ KD സിംഗ് പറഞ്ഞ നല്ല കുറച്ച് സ്പൈ ക്യാം നോക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹമാണ് എന്നോട് പറയുന്നത്, എന്നാൽ ഇസ്രായേലിൽ പോയി നോക്ക്. അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരുന്നു അന്ന് തെഹൽക്കയുടെ ഉടമ. അപ്പം അന്ന് ഈ സ്പൈ ക്യാമറ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ 2014 ഇസ്രായേലിൽ പോകുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഇസ്രായേലി ജൂയിഷ് സുഹൃത്തുണ്ടായിരുന്നു ഡൽഹിയിൽ. അന്ന് അദ്ദേഹം ഇന്ത്യൻ ഇൻ്റലിജൻസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇസ്രായേലിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന ഒരു ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയുടെ ഈ കൺസൾട്ടൻസി ഉണ്ട്. കാരണം ഇപ്പോഴും അത് മൊസാദാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ, അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. റിപ്പബ്ലിക് ഡേ നടക്കുമ്പോൾ ഇപ്പോൾ ഡൽഹിയിലാണ് അതിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ഇവൻ്റ് നടക്കുന്നത്. മറ്റുള്ള പല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇൻക്ലൂഡിങ് കാശ്മീരാണെങ്കിലും അന്നൊരു ബോംബ് ബ്ലാസ്റ്റും പ്രശ്നങ്ങളൊക്കെ എപ്പോഴും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ റിപ്പബ്ലിക് ഡേ പരേഡും ആ ഇവൻറ്റും അത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ജിഹാദി എലമെൻറ്റ് എപ്പോഴും ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ സെക്യൂരിറ്റി കൺസൾട്ടൻസി മൊസാദുമായിട്ട് ടൈപ്പ് ചെയ്ത ഓഫീസർ ഡൽഹിയിൽ താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു സീനിയർ ഓഫീസർ തന്നെയാണ് അദ്ദേഹത്തെ എന്നെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അദ്ദേഹം ത്രൂ ആണ് ഞാൻ ഇസ്രായേലിൽ പോകുന്നത്, ഈ സ്പൈ ക്യാമറ. അപ്പം എന്നോട് പ്രത്യേകം പറഞ്ഞു, കാരണം അത് ഉണ്ടാക്കി വിൽക്കുന്നയാൾ, അതായത് ഇതിൻ്റെ ചെറിയ ഫാക്ടറിയാണ്. അപ്പം അയാൾക്ക് പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ പാസ്പോർട്ടും ഡീറ്റെയിൽസും എല്ലാം ഈ ജൂയിഷ് ഫ്രണ്ടിന് ഡൽഹിയിലുള്ള ആൾക്ക് കൊടുത്തു. അയാളിത് അയച്ചു കൊടുത്തു. എന്നിട്ടാണ് എന്നോട് പറഞ്ഞത്, ഇസ്രായേലിൽ വരാൻ സോ ഡേറ്റിൽ നമുക്കിത് സംസാരിക്കാം, എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ 2014 പോകുന്ന സമയത്ത് അദ്ദേഹം ടെലവീവ് എയർപോർട്ടിലാണ് ഞാൻ ഇറങ്ങുന്നത്. അതായത് ആദ്യം പോയത് മോസ്കോ വഴിയാണ്. ആദ്യം മോസ്കോയിൽ പോയി പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് എടുത്ത് അവിടുന്ന് നേരെ അങ്ങ് ടെലവീവിൽ പോകുമായിരുന്നു. കാരണം ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലായിരുന്നു ഡൽഹിയിൽ നിന്നും. അപ്പം ഇദ്ദേഹം ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടെലവീവ് എയർപോർട്ട്. ഇദ്ദേഹം താമസിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ചെറിയ ഫാക്ടറി ഉള്ളത് ജെറുസലേമിൽ, അവിടുന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാനൊരു പൊട്ടൻഷ്യൽ ബയറാണ്. അതുമല്ല എന്നെ പറ്റിയുള്ള റെഫറൻസ് കൊടുത്തിരിക്കുന്ന എൻ്റെ ഓഫീസറാണ്. അപ്പോൾ അവരും നേരത്തെ അറിയാവുന്നവരാണ്. അപ്പോൾ അങ്ങനെ ആയതിൻ്റെ പേരിൽ അദ്ദേഹം എന്നെ റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് അവിടെ ചെയ്തത്. അപ്പം ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഈ എമിഗ്രേഷൻ എല്ലാം ക്ലിയർ ചെയ്തിട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മൾ ഈ പറയുന്ന കോറിഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അന്ന് അവിടെ ഏതാണ്ട് പണിയൊക്കെ നടക്കുന്ന സമയമാണ്, എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ടെർമിനലിൽ. അപ്പം അവിടെ മുഴുവനും വെച്ചിരിക്കുന്ന ഫോട്ടോകളെന്ന് പറയുന്നത് ഈ ജൂയിഷ് ഇസ്രായേലികൾ നോബൽ പ്രൈസ് കിട്ടിയ ഓരോ ആൾക്കാരെ പറ്റിയാണ്. അതേപോലെ തന്നെ പ്രശസ്തരായ ഇസ്രായേലി എഴുത്തുകാർ,
റൈറ്റേഴ്സ്. അപ്പം ആദ്യം നോബൽ പ്രൈസ് കിട്ടിയവരെ പറ്റിയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. വളരെയധികം ജൂയിഷ് പേർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക്. അപ്പോൾ ഇതെല്ലാം വായിച്ചിട്ടാണ് പെട്ടെന്ന് വായിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും, അപ്പോൾ അവിടുന്ന് ഈ പറയുന്ന ടാക്സിക്കാരനുണ്ട്, അയാൾ എന്നെ കൊണ്ടുപോയി ആദ്യം ഒരു ജഫ എന്ന് പറഞ്ഞ ആ സിറ്റിയുടെ, അത് പോർട്ടുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ്, കോസ്റ്റൽ ഏറിയയാണ്. അവിടെയാണ് ആദ്യം ഞാൻ താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് അവിടുന്ന് ഞാൻ ജെറുസലേമിലോട്ട് പോകുന്നത്. കാരണം ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി, ഒത്തിരി താമസമായിപ്പോയി. അല്ലാതെ സെയിം ഡേ പോകാൻ ഒരുങ്ങിയത്. പക്ഷേ അവിടെ താമസിച്ചിട്ട് അടുത്ത ദിവസം ജെറുസലേമിൽ പോയി ഏകദേശം 80 കിലോമീറ്റർ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത്, പേര് ശ്രീനിവാസ്, അദ്ദേഹം ആന്ധ്രാക്കാരനാണ്. നേരത്തെ ഇന്ത്യൻ ആർമിയിലെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനകത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഓഫീസറാണ്. ലെഫ്റ്റനൻറ്റ് കേണലായിട്ട് അയാൾ BRS എടുക്കുന്നു. പിന്നീട് അദ്ദേഹം ഇസ്രായേലും ഇന്ത്യയായിട്ടുള്ള ഈ ഇസ്രായേലി ഏവിയേഷൻ ഇൻഡസ്ട്രി, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലേസം വർക്കും പരിപാടികളൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടൻ്റായിട്ടാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇയാളെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇയാളെ ഞാൻ വിളിക്കുകയും അപ്പോൾ ഇയാൾ എന്നെ കാണാൻ വരികയും ഒക്കെ ചെയ്തു. ഇപ്പം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഇദ്ദേഹം എന്നെ ഈ ഡ്രോൺസും ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഫാക്ടറി എന്നെ കൊണ്ട് കാണിച്ചു. ഞാനീ പറയുന്നത് 2014 അപ്പം ഈ ഫാക്ടറി, അതിൻ്റെ എങ്ങനെയാണ് ഇത് സംഭവം വർക്ക് ചെയ്യുന്നത്, എത്ര പേരാണ് ജോലി ചെയ്യുന്നത്, അകത്ത് പോയി ഓരോ സംഭവങ്ങൾ എന്നെ കാണിക്കുന്നുണ്ട്. ഇയാൾക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിലെ AD എയർ ഡിഫൻസിലായതിൻ്റെ പേരിൽ, ആർമിയുടെ യൂണിറ്റിലായതിൻ്റെ പേരിൽ ഇയാൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്, വ്യക്തമാണ്. കാരണം ഇതിൻ്റെ കൺസൾട്ടൻസിയാണ് അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഇന്ത്യൻ ഡിഫൻസുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞു തരാൻ ഒരാളുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ മ്യൂസിയത്തിലോട്ട് കയറി. മ്യൂസിയം എന്ന് പറയുന്നത്, സംഭവം എന്ന് പറയുന്നത് ഇവരുടെ തന്നെ മ്യൂസിയമാണ്. അപ്പം അതിൽ കയറിയപ്പോഴാണ് ഫ്യൂച്ചർ വെപ്പൺസ് എങ്ങനെയാണ് എന്ന സംഭവത്തെപ്പറ്റി അവരുടെ ഡിസ്പ്ലേയും പരിപാടിയും പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവർ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും ഒരു 50 വർഷം മുന്നേ ചിന്തിക്കുന്നവരാണ്. അപ്പം അന്ന് ഇന്ന് ഓർമ്മയുണ്ട്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി അന്ന് ഈ വലിയ സംസാരമൊന്നും ലോകത്തെവിടെയില്ല. അപ്പം അന്ന് എനിക്ക് ഗൈഡായിട്ട് പറഞ്ഞു തന്ന ആ സ്ത്രീയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് F-16, അതായത് F-16 ഫ്ലൈറ്റുകൾ, ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ പറപ്പിക്കുന്നത്. അപ്പം അതും അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഡ്രോൺ, അതിൻ്റെ വേഗത ഫ്യൂച്ചറിൽ 1000-1200 കിലോമീറ്റർ വേഗതയിലായിരിക്കും. അതിൻ്റെ പേലോഡെന്ന് പറയുന്നത് 1 മുതൽ 1.5 ടണ്ണായിരിക്കും. അതിന് ഏകദേശം 58 മണിക്കൂർ വരെ എയറിൽ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. ഈ സംഭവങ്ങളൊക്കെ അന്ന് പറഞ്ഞപ്പം എനിക്ക് സത്യം പറയാൻ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി അന്ന് പറഞ്ഞ് കേൾക്കുന്ന പോലുമില്ല എവിടെയും. ആ സമയത്ത് അവർ പരീക്ഷണം നടത്തി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എത്ര അഡ്വാൻസ്ഡ് ആണ് ആ രാജ്യമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ സിസ്റ്റം, അതേപോലെ എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഓരോ എക്യുപ്മെൻറ്റ്സ്, ഓരോ ചെറിയ കാര്യങ്ങൾ ഇവരുണ്ടാക്കുന്നത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഈ റൈഫിൾസ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഫാക്ടറിയിലോട്ട് പോയി. അത് ഓരോന്ന് കാണിച്ചു തരുക. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനില്ലാതെ, അതായത് റോബോട്ട്സ് ഉപയോഗിച്ച് എങ്ങനെ ഓപ്പറേഷൻ നടത്താൻ പറ്റും. അത് ഡിസ്പ്ലേ കാണിച്ചു. അതിൻ്റെ ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് ഈ പറയുന്ന റോബോട്ട്, അതായത് യന്ത്രമനുഷ്യൻ റൈഫിളുമായിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന ഡിസ്പ്ലേ കാണിച്ചു. ഈ റോബോട്ടൊക്കെ കാണിച്ചു തന്നു. ഒരു 10 പേര് വന്നാലും 20 പേര് വന്നാലും ഈ യന്ത്രമനുഷ്യൻ എങ്ങനെയാണ് അവരെ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്.
അതായത് ഇപ്പം നമ്മൾ ഈ കണ്ട ഈ ടണൽ, ഈ ഗാസയിലെ പല ടണലിനകത്ത് എങ്ങനെയാണ് ഇവർ യന്ത്രമനുഷ്യനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നത് അഡ്വാൻസ് സ്റ്റേജിലാണ് ഈ പറഞ്ഞേക്കുന്നത്. എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ വാർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏത് രീതിയിലായിരിക്കും ഈ റോബോട്ട്, അതായത് യന്ത്രമനുഷ്യൻ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പം അതൊക്കെയാണ് ഈ സംഭവം. ഈ റൈഫിൾസ് വെച്ചാണെങ്കിലും വെപ്പൺസ് വെച്ചാണെങ്കിലും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അത്ര വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻവെൻറ്റ് ചെയ്ത് സയൻറ്റിഫിക് റിസർച്ച് ടീമും R&D സൈബർ വാർഫെയറിനെ പറ്റിയൊക്കെ അന്നാണ് ഞാനിത് അറിയുന്നത് ശരിക്കും. പിന്നീട് അതിനെപ്പറ്റി വായിക്കുമ്പോഴാണ് ഇവർ എന്താണ് ഈ സൈബർ വാർഫെയർ. അപ്പം ഓരോന്ന് ഇങ്ങനെ കാണിച്ച് പോയിട്ട് അവസാനം ഓരോ സംഭവങ്ങളും ഇങ്ങനെ കാണിക്കുകയാണ്. ഒരു സുഹൃത്തുണ്ട്, പിന്നെ ഈ പറയുന്ന അവിടെയുള്ള ഈ പറയുന്ന ഏജൻറ്റ് വെൻഡറുണ്ട്. അപ്പം ഇതിൻ്റെ അവരുടെ സഹായത്തോടു കൂടി ഇതിനകത്ത് ഓരോന്ന് കയറി കാണാനും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ടെലവീവിൽ ഇങ്ങനെ കറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ ജെറുസലേമിൽ പോയി. ജെറുസലേമിൽ ഞാൻ ഗോലൻ ഹൈറ്റ്. അപ്പോൾ എന്നെ ഇസ്രായേൽ കാണിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. ഇപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ ഒരിടത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് എന്നോട് ജൂയിഷ് ആയിട്ടുള്ള ആൾ പറഞ്ഞ് ഓർമ്മയുണ്ട്. കാരണം ഇയാൾ നേരത്തെ ജൂയിഷ് ആർമിയിലായിരുന്നു, IDF-ലായിരുന്നു. പിന്നീട് അവിടുന്ന് അയാളുടെ ടേം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇയാൾക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ ഈ സ്പൈ ക്യാംസ്, അപ്പോൾ അതിൻ്റെയും കൂടെ സംഭവമുണ്ട്. ഈ സ്പൈ ക്യാംസ് എന്ന് പറയുന്നത് ഇവർ ബേസിക്കലി ആദ്യം ഇത് ഉണ്ടാക്കിയത് മുഴുവൻ ഇസ്രായേലി പട്ടാളത്തിനും പോലീസിനും വേണ്ടിയായിരുന്നു. പിന്നീട് അത് കൊമേഴ്ഷ്യലൈസ് ചെയ്തു. അതും അവരെല്ലാവർക്കും അത് വിൽക്കത്തൊന്നുമില്ല. ഇന്നയാളിനെ അറിഞ്ഞ് എന്താണ് പർപ്പസ് എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇത് കൊടുക്കാവൂ എന്നുള്ള വളരെ സ്ട്രിക്റ്റാണ് അവിടുത്തെ നിയമം. കാരണം അവർ പറയുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞ് നാളെ ടെററിസ്റ്റിൻ്റെയിലോ ശത്രുവിൻ്റെയിലോ പോകാൻ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്ത് മുഴുവനും ഗൈഡ് ലൈൻസ് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇവർ ഓരോ എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്നത്. കാരണം ഇവർ അധികവും ഗവൺമെൻറ് ടു ഗവൺമെൻറ്റാണ് ഇവരുടെ പരിപാടി. അപ്പം ഒരു ഭാഗത്ത് ഗൊലാൻ ഹൈറ്റിന് ആ ഭാഗത്ത് പോയ സമയത്ത് ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് ഞങ്ങളപ്പം ചായയോ എന്തൊരു സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു സിറ്റി, ഒരു ചെറിയ വില്ലേജ് ഉള്ള ഭാഗത്തോട്ട് കയറി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് അവിടെയുള്ള ഒരു 90% താമസിക്കുന്നവർ പലസ്തീൻ മുസ്ലിംസാണ്. ക്രിസ്ത്യൻസും ഉണ്ട്, പക്ഷെ പലസ്തീൻകാരാണ്. അതിനകത്ത് വലിയൊരു ശതമാനം ആളുകളും, അതായത് അവരുടെ മക്കളും അവരൊക്കെ ജോലി ചെയ്യുന്ന ഇസ്രായേലി ഗവൺമെൻറ്റിലാണ്. അപ്പം ആദ്യം ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെയുള്ള പലസ്തീൻകാർ ഇസ്രായേലി ഗവൺമെൻറ്റുമായിട്ടും അവരുടെ ഡിഫൻസുമായിട്ടും പോലീസുമായിട്ട് സഹകരിക്കുന്നവരാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾ അവിടെ ചെന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉടമ, ആ ടീ ഷോപ്പിൻ്റെ ഉടമയുടെ മകൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ആ മകനപ്പം ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നത് മുസ്ലിമാണ്. അപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നത് ഈ സിറിയയിലാണ്, മൊസാദിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ മുസ്ലിം എന്ന് പറഞ്ഞ ആൾ. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സിറിയ എന്ന് പറയുന്നത് ഇവരുടെ ശത്രു രാജ്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട്, ആ കടയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്നോട് പറഞ്ഞൊരു പോയിൻ്റ് ഇന്നും ഞാൻ ജീവിതത്തിൽ മറക്കാത്തൊരു പോയിൻ്റാണ്. എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഈസ്റ്റ് ശത്രുവാണ്, അതായത് ഇതിൻ്റെ ഈസ്റ്റ് ഭാഗം സിറിയയാണ്. നേരെ നോക്ക്, അവിടുന്ന് ഇത്ര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, 15-20 കിലോമീറ്റർ ദൂരമുള്ളൂ ഈജിപ്റ്റ്. അതും ഞങ്ങളുടെ ശത്രുവാണ്. ഇപ്പുറത്ത് നോക്ക്, കൈയെടുത്ത് കാണിക്കുക, അതായത് ലെബനൻ, അതും ഞങ്ങളുടെ ശത്രുവാണ്. അത് കഴിഞ്ഞിട്ട് ജോർദാൻ. അപ്പോൾ എത്ര 4 ശത്രു രാജ്യങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ വാല് പോലുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആലോചിച്ച് നോക്കണം. അപ്പം അതിനകത്ത് ഇത്ര ജനസംഖ്യയേ ഉള്ളൂ അവിടെ. അതായത് ഇത്രയും ശത്രു രാജ്യങ്ങളുടെ നടുക്ക് ഈ രാജ്യം നിൽക്കുകയാണ്. അയാൾ പറഞ്ഞ അടുത്ത പോയിൻ്റാണ്. അപ്പോൾ ഇത്രയും ശത്രു രാജ്യങ്ങളുടെ നടുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പരമപ്രധാനമെന്ന് പറയുന്നത് ഡിഫൻസാണ്, പ്രതിരോധമാണ്. ഒഫൻസ് അല്ല, ഡിഫൻസാണ്, ഒഫൻസ് അല്ല.
ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ അതിൻ്റെ പോയിന്റ്. അതായത് അറ്റാക്ക് ചെയ്യാൻ വരുമ്പം അവനെ പ്രതിരോധിക്കുക. അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന പിന്നീടാണ് ആലോചിക്കുന്നത്. ആദ്യം പ്രതിരോധിക്കുക. എന്തിന് പ്രതിരോധിക്കണം? കാരണം ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒന്നും പറ്റരുത്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എക്യുപ്മെൻറ്റ്സ് ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതായത് പ്രതിരോധിക്കുവാൻ വേണ്ടി ഞങ്ങൾ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. 365 ദിവസവും ഞങ്ങൾ അതിൻ്റെ പുറകിലാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ഒഫൻസ് ചിന്തിക്കുന്നത്. പുള്ളി പറഞ്ഞ അടുത്തൊരു പോയിന്റ് ഉണ്ട്. 8 പ്രാവശ്യം ഇസ്രായേൽ വാറിലേർപ്പെട്ടു. 8 വാറുകളും ഉണ്ടാക്കിയത് ഇസ്രായേലല്ല, ഈ രാജ്യങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ 8ഓളം വാറുകൾ ഇസ്രായേൽ ജയിക്കാനുണ്ടായ കാര്യം എന്താണ്? എന്നോട് ചോദിച്ചു, എന്താ ഇതിന് ജയിക്കാനുള്ള കാരണം? കാരണം ഞങ്ങളിത് ജയിച്ചില്ല എങ്കിൽ ഞങ്ങൾക്ക് നാളെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എത്രമാത്രം ഡിഫൻസിന് ഞങ്ങളുടെ ലൈഫ് കൊടുക്കുന്നു, അതായത് ഓരോ ഇസ്രായേലിയും എത്രമാത്രമാണ് ഡിഫൻസിന്, അതായത് അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി അവരുടെ ലൈഫ് കൊടുക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ഉപകരണങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇതാണ് പുള്ളി പറഞ്ഞ ഒരു ഷാർപ്പായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ഞാൻ ലൈഫിൽ മറക്കാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം പട്ടാളം എന്ന് പറയുന്നൊരു ഫോർമാലിറ്റി അല്ല. അതായത് ഞങ്ങളുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഞങ്ങളിത് നിന്നില്ല എങ്കിൽ, ഞങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എങ്കിൽ നാളെ ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യമില്ലാതാകും. ഇതാണ് ആ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതുകൊണ്ട് ഞങ്ങളുടെ വീടുകളിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും അവിടെയുള്ള സ്ത്രീകളാണെങ്കിലും എല്ലാവരും പ്രിപ്പയർഡാണ് എന്തും നേരിടാൻ. അത് നിങ്ങൾ കണ്ടു കാണും. ഈ ഇറാൻ ഇത്രമാത്രം ഡ്രോൺസും ക്രൂസ് മിസൈലൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് ട്വിറ്ററിൽ വന്ന സംഭവം, അത് രാവിലെ ഒരാൾ പോയി ചായ കുടിച്ചിട്ട് ട്വിറ്ററിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇത് ഇസ് യൂഷ്വൽ ഫോർ അസ്. ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് ഞാൻ പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഇസ്രായേലി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലയിടത്തു നിന്നും, കാരണം ഇത്രയും ശത്രു രാജ്യങ്ങൾ കിടക്കുക, ഇവിടുന്ന് അറ്റാക്ക് വരുമ്പം അതിനെ എങ്ങനെ പ്രതിരോധിക്കുക, അത് അതിൻ്റെ പേരിൽ മാറി നിൽക്കുമൊന്നുമല്ല. അവരുടെ എയർപോർട്ട് അവർ ഷട്ട് ഡൗൺ ചെയ്തു, പ്രശ്നം കഴിഞ്ഞു. 5 മണിക്കൂർ കഴിയുമ്പോൾ ഓപ്പൺ. 5 മണിക്കൂർ ഇറാൻ നടത്തിയ സംഭവത്തിന് അതിരാവിലെ ആളുകൾ നോർമലായിട്ട് ലൈഫ് പോകാൻ തുടങ്ങി. സിമ്പിളാ. കാരണം അവൻ അതിൻ്റെ കൂടെ ജീവിക്കുക. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വേറൊരു പ്രാവശ്യം ഇസ്രായേലിൽ പോയി ജെറുസലേമിൽ ഇരിക്കുന്ന സമയത്ത് കോഫി ഷോപ്പിലിരിക്കുക, റൂഫ് ടോപ്പിലായിരിക്കുന്നത്. കോഫി കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് സൈറൺ വരുന്നു. കാരണം അപ്പുറത്തു നിന്നുള്ള റോക്കറ്റോ മിസൈലോ അറ്റാക്കാണ്. അത് ആ സമയത്ത് പെട്ടെന്ന് അവർ താഴോട്ട് പോകുന്നു. എന്നെയും കൂടെ വിളിച്ചോട്ട് താഴോട്ട് പോകുന്നു. ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ മുകളിലോട്ട് വരുന്നു. ഇതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതായത് ഒരു രാജ്യം സർവൈവ് ചെയ്യുന്നത് ചുറ്റിനും ശത്രുക്കളാണ്. പിന്നെ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സപ്പോർട്ട്. അപ്പോൾ ഇതിനെയൊക്കെ ചെറുത്ത് നിൽക്കുന്ന ഒരു രാജ്യമായ ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല. ഇതാണ് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യമല്ല ഇസ്രായേൽ. അവിടുത്തെ ഓരോരുത്തർക്കും അറിയാം എന്താണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം. അപ്പോൾ അവരത് വെൽ ട്രെയിൻഡാണ്. അതുകൊണ്ടാണ് അവിടെയുള്ള അധികം പേരും മിലിറ്ററി ട്രെയിനിങ് എടുത്തവരാണ്, റിസർവ് ആർമിയിലുള്ളവരാണ് അധികം പേരും. അവർക്കറിയാം ഇതിനെ എങ്ങനെ ഓവർകം, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്ത് ഡിഫെൻസീവായിട്ട് നിന്ന് ഈ അറ്റാക്കുകളെ മാറ്റിവിടാം. അവർക്കറിയാം. അതിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇന്ത്യയുമായിട്ട് നരസിംഹറാവു ഇരുന്ന സമയത്താണ് ഇസ്രായേലിന് ബന്ധമുണ്ടാകുന്നത്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഏകദേശം 50ഓളം ടൂറിസ്റ്റുകൾ
കാശ്മീരിൽ വരുന്നു. കാരണം അവിടുത്തെ ഈ മിലിറ്ററിയുടെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ നിർബന്ധിത സൈനിക സേവനം ഉണ്ടായിരുന്നു അന്ന്, ഇപ്പോഴില്ല. അപ്പോൾ അതിനുശേഷം ഇവർക്ക് കുറച്ച് പണം കിട്ടും ഈ സ്റ്റുഡൻസിന്. അപ്പോൾ അവർ ഈ അടിച്ചു പൊളിക്കാൻ വേണ്ടി വരുന്നൊരു സ്ഥലം അന്ന് കാശ്മീരായിരുന്നു. ഇപ്പോഴും നിങ്ങൾ ഗോവയിൽ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലികളെ കാണാൻ സാധിക്കും. കാരണം അവരവർ കോഴ്സ് കഴിഞ്ഞിട്ട് 10 ദിവസത്തെ വെക്കേഷന് വേണ്ടി വരുന്ന ഗോവ ബീച്ചിലാണ്. ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും. അപ്പം അന്ന് വന്ന ഇസ്രായേലിലുള്ള സ്റ്റുഡൻസിനെ അവിടെയുള്ള കാശ്മീരി ഭീകരന്മാർ തടവിലാക്കുന്നു. പിന്നീടുണ്ടായതാണ് ഏറ്റവും വലിയ തമാശ. ഈ സ്റ്റുഡൻസ് തന്നെ ഈ കാശ്മീരി ഭീകരനെ അടിക്കുന്നു, അവൻ്റെ നിന്ന് തോക്ക് മേടിച്ചിട്ട് അവനെ വെടിവെച്ച് കൊല്ലുക. ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഈ സംഭവം? എന്നിട്ട് അവസാനം ഇന്ത്യ ഗവൺമെൻറ് ഇടപെടുന്നു. അവരുടെ ഒരു 3ഓളം ഇസ്രായേലി സ്റ്റുഡൻസ് കൊല്ലപ്പെട്ടു തിരിച്ചുള്ള ആക്രമണത്തിൽ. അപ്പം ഇന്ത്യ ഗവൺമെൻറ് അതിനുശേഷമാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഉണ്ടാകുകയും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ജിഹാദ്, അതായത് ഇസ്ലാമിക് ടെററിസത്തിനെതിരെ വലിയൊരു സഹായം ഇന്ത്യയുമായിട്ട് വരികയും പിന്നീട് ഇന്ത്യൻ ഡിഫൻസിൻ്റെ വലിയൊരു ഭാഗമാകുവാൻ വേണ്ടി ടെക്നോളജി ആണെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും വാർ ട്രെയിനിങ് ആണെങ്കിലും ഇസ്രായേൽ നല്ലൊരു ബന്ധമാണ് ഇന്ത്യയായിട്ടുള്ളത്. അതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഇന്ത്യൻ ഡിഫൻസിൻ്റെ നട്ടെല്ലെന്ന് പറയുന്ന ട്രെയിനിങ്ങും എക്യുപ്മെൻറ്റ്സും ഒരു സമയത്ത് റഷ്യ ആയിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ടങ്ങ് മാറി. അത് ഉണ്ടാകാനുണ്ടായ കാരണം ഈ പറയുന്ന ജിഹാദി കാശ്മീരി ടെററിസ്റ്റുകളാണ്. ആ ബന്ധം ഇപ്പോഴും നല്ലപോലെയാണ് തുടരുന്നത്. അപ്പോൾ അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും ഇൻ്റലിജൻസ് ഷെയറിങ്, ഇതിലൊക്കെ ഇസ്രായേലികൾ ഇന്ത്യക്ക് കൊടുക്കുന്ന സംഭാവന വലുതാണ്. ഇന്ത്യ അതേപോലെ തിരിച്ചു ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് എന്നും പറഞ്ഞ് പാലസ്തീനെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന രാജ്യമൊന്നുമല്ല. പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്ന് ആ സമയത്ത് ഇന്ത്യ ആവശ്യപ്പെടുന്നുമുണ്ട്. പക്ഷേ ഹമാസ് എന്ന് പറഞ്ഞ ഭീകരന്മാരെയും ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഭീകരന്മാരെ അവർക്ക് ഫാനുകളുള്ള കേരളത്തിലാണ്. അതിനെ ഒരിക്കലും ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്.